Warm welcome everyone. ഈ വീഡിയോ ട്യൂട്ടോറിയലിൽ നമ്മൾ മാഗ്നറ്റോസ്റ്റാറ്റിക്സ്, സിമിലർലി മാക്സ്വെൽസ് ഇക്വേഷൻ, അതിൻ്റെ എല്ലാം കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ് ചെക്ക് ചെയ്യുന്നത്. അതിനോടൊപ്പം നമ്മൾ പ്ലെയിൻ വേവ്സിൻ്റെ എക്സ്പ്രഷൻസ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതിന് മുമ്പിലുള്ള ട്യൂട്ടോറിയലിൽ നമ്മളിപ്പോൾ കാണുന്നത് കണക്ക് ഇതിന് മുമ്പിലായിട്ട് വരുന്ന എക്സ്പ്രഷൻസ്, സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റംസ്, ഡൈവേർജൻസ്, ഗ്രേഡിയൻ്റ്, കൾ, അതിൻ്റെ എല്ലാം തന്നെ എക്സ്പ്രഷൻസ് നമ്മൾ മുമ്പ് ഡെറൈവ് ചെയ്തിട്ടുണ്ട്. സോ ആ ഇനിഷ്യൽ ഭാഗങ്ങൾക്ക് വേണ്ടി ആ ട്യൂട്ടോറിയൽസ് ചെക്ക് ചെയ്യുക. സിമിലർലി ഇതിനോടൊപ്പം നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻസിൻ്റെയും ബേസിക് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് എല്ലാം തന്നെ നമ്മൾ മുമ്പ് ചെക്ക് ചെയ്തിട്ടുള്ളതാണ്. സോ ഈ ട്യൂട്ടോറിയലിലേക്ക് നമുക്ക് വരാം. ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എക്സ്പ്രഷനാണ്. ബി ഈക്വൽ ടു മ്യൂ എച്ച് ആണ്. നമ്മൾ കറസ്പോണ്ടിങ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഡി ഈക്വൽ ടു എപ്സിലോൺ ഇ കണ്ട കണക്ക് ഇവിടെ ബി ഈക്വൽ ടു മ്യൂ എച്ച് ആണ്, വേർ മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ട് മ്യൂ ആർ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബയോട്ട്-സവാർട്സ് ലോ എക്സ്പ്രഷനാണ്. ബയോട്ട്-സവാർട്സ് ലോ വഴി ഡിഫറൻഷ്യൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ എക്സ്പ്രഷനാണ് തരുന്നത്. അത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഡി എച്ച് ഈക്വൽ ടു ഐ ഡി എൽ സൈൻ തീറ്റ ബൈ 4πr². നെക്സ്റ്റ് തേർഡ് വൺ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ ലോങ് സ്ട്രേറ്റ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ലെന്ത് വരുന്ന ഒരു കണ്ടക്ടറിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് എച്ച് ഈക്വൽ ടു ഐ ബൈ 2πr A5. A5 എന്ന് പറയുന്നത് അവിടുത്തെ യൂണിറ്റ് നോർമൽ വെക്ടർ ആയിരിക്കും. നെക്സ്റ്റ് ഫോർത്ത് വൺ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് എ സർക്കുലർ കണ്ടക്ടറാണ്. അതിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് എച്ച് ഈക്വൽ ഐ ബൈ 2r ഇൻറ്റു ആ നോർമൽ കമ്പോണൻറ്റ്, റൈറ്റ്? I by 2r into normal vector. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ ആംബിയസ് സർക്യൂട്ട് ലോ ആണ്. അത് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് ഇൻ്റഗ്രൽ എച്ച് ഡോട്ട് ഡി എൽ. അഗെയിൻ ഓർക്കുക, ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രലാണ്. ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ എച്ച് ഡോട്ട് ഡി എൽ ഈക്വൽ ടു ഐ. സോ ഇത് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്ന ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എറൗണ്ട് എ ക്ലോസ്ഡ് പാത്ത്, റൈറ്റ്? ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറൗണ്ട് എ ക്ലോസ്ഡ് പാത്ത് എന്ന് പറയുന്നത് അത് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഡയറക്റ്റ് കറണ്ടിന് പ്രൊപ്പോർഷണലാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് കറണ്ടിന് ഈക്വലാണ്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാക്സ്വെൽസ് ഇക്വേഷനാണ് നെക്സ്റ്റ് എഴുതുന്ന. ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു വോളിയം ചാർജ് ഡെൻസിറ്റി എന്ന് സ്റ്റേറ്റ് ചെയ്യുന്ന ഗോസസ് ലോ ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ഇൻ്റഗ്രൽ ഫോമിൽ എഴുതുന്നത് ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് ഈക്വൽ ടു വോളിയം ചാർജ് ഡെൻസിറ്റിയാണ്, റൈറ്റ്? വോളിയം ഇൻ്റഗ്രൽ ഓഫ് വോളിയം ചാർജ് ഡെൻസിറ്റി. അത് തന്നെയാണ് ക്യൂ ആയിട്ട്, അതായത് എൻക്ലോസ് ചെയ്യപ്പെടുന്ന ചാർജിന് ഇക്വലൻ്റ് ആയിട്ട് വരുന്നത്. സോ ഈ ഫസ്റ്റ് ലോ ആണ് ഗോസസ് ലോ. സെവൻത് വൺ എന്ന് പറയുന്നത് മാക്സ്വെൽസിൻ്റെ സെക്കൻഡ് എക്സ്പ്രഷനാണ് ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു 0. ഇത് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ് ഇത് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്ന. ദാറ്റ് ഈസ് ലൈൻ ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ. അഗെയിൻ ഓർക്കുക, ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈക്വൽ ടു 0. ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈക്വൽ ടു 0. സോ ഇത് സ്റ്റേറ്റ് ചെയ്യുന്നത് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ്. നെക്സ്റ്റ് വൺ എയ്ത്ത് വൺ ആണ് ആംബിയസ് സർക്യൂട്ടഡ് ലോ ആണ്. ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി, റൈറ്റ്? സോ ഇത് ഇൻ്റഗ്രൽ ഫോമിൽ ഡിനോട്ട് ചെയ്യുമ്പം ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ എച്ച് ഡോട്ട് ഡി എൽ ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി ഓഫ് ഡി എസ്, റൈറ്റ്? സോ ഈ നോട്ട് ചെയ്തതാണ് ആംബിയസ് സർക്യൂട്ടഡ് ലോ. നെക്സ്റ്റ് നയൻത് വൺ എന്ന് പറയുന്നത് മാഗ്നറ്റിക് പോൾ, സിംഗിൾ ആയിട്ടുള്ളൊരു മാഗ്നറ്റിക് പോൾ ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യത്തില്ല എന്ന് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അത് ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ലൈൻ ഇൻ്റഗ്രൽ അല്ലെങ്കിൽ ഇൻ്റഗ്രൽ ഫോമിൽ ഡിനോട്ട് ചെയ്യുമ്പം സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എസ് ഈക്വൽ ടു 0. സോ ഇത് കൺസർവേഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇതിലൊരു കാര്യം പ്രത്യേകം ഓർക്കാനുള്ളത്, ഡെൽ ഡോട്ട് വരുന്നുണ്ടെങ്കിൽ എപ്പോഴും സർഫസ് ഇൻ്റഗ്രൽ ആയിരിക്കും. ഡെൽ ക്രോസ് വരുന്നുണ്ടെങ്കിൽ ലൈൻ ഇൻ്റഗ്രൽ ആയിരിക്കും, റൈറ്റ്? ഡെൽ ക്രോസ് ലൈൻ ഇൻ്റഗ്രൽ. അഗെയിൻ ഡെൽ ഡോട്ട് വന്നപ്പം സർഫസ് ഇൻ്റഗ്രലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം മാക്സ്വെൽസ് ഇക്വേഷൻ്റെ ധാരാളം പ്രോബ്ലംസ് നമ്മൾ ഇതിന് മുമ്പിലുള്ള വീഡിയോ ട്യൂട്ടോറിയൽസിലെല്ലാം തന്നെയും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് 10th വൺ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ്സിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ കമ്പോണൻസ് ഇക്വലൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഈ ടാൻജൻഷ്യൽ 1 ഈക്വൽ ടു ഈ ടാൻജൻഷ്യൽ 2
അറ്റ് ബൗണ്ടറി കണ്ടീഷൻസ്. സിമിലർലി 11th വൺ എന്ന് പറയുന്നത് നോർമൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള കമ്പോണൻസിൻ്റെതാണ് ചെക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എപ്സിലോൺ 1 ഇ നോർമൽ 1 ഈക്വൽ ടു എപ്സിലോൺ 2 ഇ നോർമൽ 2. റൈറ്റ്, ഈ രണ്ട് എക്സ്പ്രഷൻസ് മാത്രം പഠിച്ചിരുന്നാൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. ഞാനിങ്ങനെ പറയുമ്പം ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ മറ്റേ ഡി ഈക്വൽ ടു എപ്സിലോൺ എന്നുള്ള എക്സ്പ്രഷനും കൂടെ ഓർത്തിരിക്കണം. ഇത് യൂസ് ചെയ്ത് പലപ്പോഴും ചെയ്യേണ്ടതായിട്ട് വരാം. ദാറ്റ് മീൻസ് ഫസ്റ്റ് എക്സ്പ്രഷനിൽ തന്നെ ഞാനിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റിയുടെ ഫോമിൽ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഡി ടാൻജൻഷ്യൽ 1 ഡിക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, അതായത് ഇക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഡി ടാൻജൻഷ്യൽ 1/എപ്സിലോൺ. റൈറ്റ്, അതാണ് ഈ ടാൻജൻഷ്യൽ 1 ഈക്വൽ ടു ഡി ടാൻജൻഷ്യൽ 2/എപ്സിലോൺ. സോ ഈ സബ്സ്റ്റിറ്റ്യൂഷൻസും കൂടെ മനസ്സിൽ ഓർത്തിരുന്നോണം. സിമിലർലി 12th വൺ എന്ന് പറയുന്നത് ബൗണ്ടറി കണ്ടീഷൻസ് ഫോർ മാഗ്നറ്റിക് ഫീൽഡാണ്. ദാറ്റ് ഈസ് എച്ച് ടാൻജൻഷ്യൽ 1 ഈക്വൽ ടു എച്ച് ടാൻജൻഷ്യൽ 2. സിമിലർ ആയിട്ടുള്ള കണ്ടീഷനാണ്. സിമിലർലി 13 വൺ എന്ന് പറയുന്നത് μ1 എച്ച് നോർമൽ 1 ഈക്വൽ ടു μ2 എച്ച് നോർമൽ 2. റൈറ്റ്, ടാൻജൻഷ്യൽ കമ്പോണൻസ് എപ്പോഴും സിമിലർ ആയിരിക്കും. നോർമൽ കമ്പോണൻസ് റിലേറ്റ് ചെയ്യുന്നത് ഈ ഫോർമാറ്റിലായിരിക്കും. μ1 hn1 ഈക്വൽ ടു μ2 hn2. നെക്സ്റ്റ് 14th വൺ എന്ന് പറയുന്നത് ഞാൻ നെക്സ്റ്റ് ഇനി മുതലുള്ളത് പ്ലെയിൻ വേവ് പ്രൊപ്പഗേഷനായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ വേവ് ഇക്വേഷനാണ്. ഡെൽ സ്ക്വയർ ഇ ഈക്വൽ ടു എപ്സിലോൺ ഇ ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ ആണ്. അല്ലെങ്കിൽ അത് തന്നെ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ ഡെൽ സ്ക്വയർ എച്ച് ഈക്വൽ ടു മ്യൂ എപ്സിലോൺ ഡോ സ്ക്വയർ എച്ച് ബൈ ഡോ ടി സ്ക്വയർ ആണ്. സിമിലർലി 15th വൺ എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് പ്രൊപ്പഗേഷൻ ആണ്. വെലോസിറ്റി അറ്റ് എനി പർട്ടിക്കുലർ മീഡിയം ഈക്വൽ ടു 1/√ ഓഫ് മ്യൂ നോട്ട് മ്യൂ ആർ എപ്സിലോൺ നോട്ട് എപ്സിലോൺ ആർ. റൈറ്റ്, ഇനി ഇതിന് തന്നെ നമുക്ക് അറിയാം വെലോസിറ്റി ഓഫ് ലൈറ്റ് ദാറ്റ് ഈസ് സി ഈക്വൽ ടു 1/√ ഓഫ് മ്യൂ നോട്ട് എപ്സിലോൺ നോട്ട് ആണ്. സോ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എക്സ്പ്രഷനിൽ 16th എക്സ്പ്രഷൻ 17th വണ്ണിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബി ഈക്വൽ ടു c/√ ഓഫ് മ്യൂ ആർ എപ്സിലോൺ ആർ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ കഴിയും. സിമിലർലി 17th വൺ ഇൻട്രൻസിക് ഇംപിഡൻസിൻ്റെ എക്സ്പ്രഷനാണ് ഈറ്റ ഈക്വൽ ടു റൂട്ട് ഓഫ് ജെ ഒമേഗ മ്യൂ ബൈ സിഗ്മ പ്ലസ് ജെ ഒമേഗ എപ്സിലോൺ. ഇത് പ്രത്യേകം ഓർത്തിരിക്കുക. ഫ്രീ സ്പേസ് ആണെങ്കിൽ ഈറ്റ നോട്ടായിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സിഗ്മ ഈക്വൽ ടു 0 ആണ്. സോ ബാലൻസ് ഉള്ള ടൈമിൽ മ്യൂ ബൈ എപ്സിലോൺ വരും. അത് ഫ്രീ സ്പേസ് ആയതുകൊണ്ട് മ്യൂ നോട്ട് ബൈ എപ്സിലോൺ നോട്ട് എന്ന് ഡിനോട്ട് ചെയ്യും. അതിന് പഠിച്ചിരിക്കേണ്ട വാല്യൂ ആണത് 120 പൈ ഓർ 377 ഓം ആയിട്ട് നമുക്ക് ഇൻട്രൻസിക് ഇംപിഡൻസ് ഓഫ് ഫ്രീ സ്പേസ് ഒബ്റ്റെയിൻ ചെയ്യും. അതിനോടൊപ്പം 18th വൺ എന്ന് പറയുന്ന ഇൻട്രൻസിക് ഇംപിഡൻസ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ബൈ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആയിട്ട് നമുക്ക് പലപ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റും. E/H ഈക്വൽ ടു മ്യൂ ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ ബൈ എപ്സിലോൺ ആയിട്ട് ഡിനോട്ട് ചെയ്യാം. കാരണം വേറൊന്നുമല്ല, നേരത്തെ ഉള്ള എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാണ് സിഗ്മ ഈക്വൽ ടു 0 ആക്കിക്കൊണ്ട്. നെക്സ്റ്റ് 19th വൺ എന്ന് പറയുന്ന പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് എക്സ്പ്രഷനാണ്. ഗാമ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ജെ ഒമേഗ മ്യൂ ഇൻറ്റു സിഗ്മ പ്ലസ് ജെ ഒമേഗ എപ്സിലോൺ. റൈറ്റ്, നെക്സ്റ്റ് 20th വൺ അറ്റന്യൂഷൻ കോൺസ്റ്റൻറ്റും ബീറ്റയുടെ എക്സ്പ്രഷനാണ്. ആൽഫ ഈക്വൽ ടു അറ്റന്യൂഷൻ കോൺസ്റ്റൻറ്റ് ആൽഫ ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് മ്യൂ എപ്സിലോൺ ബൈ 2 ഇൻറ്റു എഗെയിൻ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് സിഗ്മ ബൈ ഒമേഗ എപ്സിലോൺ ദ വോൾ സ്ക്വയർ -1. റൈറ്റ്, ഇത് അറ്റന്യൂഷൻ കോൺസ്റ്റൻറ്റ്. സിമിലർലി സെയിം എക്സ്പ്രഷൻ തന്നെയാണ് ബീറ്റ ഫേസ് കോൺസ്റ്റൻറ്റിന് വരുന്നത്. ഒരേ ഒരു വ്യത്യാസമുള്ളൂ, നെഗറ്റീവ് സൈനിന് പകരം പോസിറ്റീവായിട്ടുള്ള സൈൻ വരും. ദാറ്റ് ഈസ് ഒമേഗ റൂട്ട് ഓഫ് മ്യൂ എപ്സിലോൺ ബൈ 2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് സിഗ്മ ബൈ ഒമേഗ എപ്സിലോൺ ദ വോൾ സ്ക്വയർ +1. ഈ ഒരു ഡിഫറൻസ് മാത്രമാണുള്ളത്. ഇതിൻ്റെ സിംപ്ലിഫൈഡ് എക്സ്പ്രഷനേക്കാളും എപ്പോഴും ഈ എക്സ്പ്രഷൻ ബൈഹേർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഈ എക്സ്പ്രഷൻ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള എക്സ്പ്രഷൻസ് ഉള്ളതാണ്. പല കേസുകളിലും സിഗ്മ 0 ആയിട്ടും പല മെൻഷൻ ചെയ്ത് വരാറുണ്ട്. ഈ എക്സ്പ്രഷൻ പഠിക്കുന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം വരുന്ന 22nd എക്സ്പ്രഷനായിട്ടുള്ള സ്കിൻ ഡെപ്തിൻ്റെ എക്സ്പ്രഷൻ ഞാൻ ചെക്ക് ചെയ്യാൻ ഡെൽറ്റ ഈക്വൽ ടു 1/√ പൈ എഫ് മ്യൂ സിഗ്മ എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ഈ ഡെൽറ്റ തന്നിട്ട് ആൽഫ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സ്പ്രഷൻ വഴി മാത്രമേ ഇത് കാൽക്കുലേറ്റ് ചെയ്യാനും കഴിയത്തുള്ളൂ. ഇനി അടുത്ത നോക്കേണ്ട 23rd എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അറ്റന്യൂഷൻ കോൺസ്റ്റൻറ്റ്. നേരത്തെ എഴുതിയ അറ്റന്യൂഷൻ കോൺസ്റ്റൻറ്റ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു സ്കിൻ ഡെപ്ത് ആണ്. ആൽഫ ഈക്വൽ ടു 1/Δ ആയിട്ടും ഡിനോട്ട് ചെയ്യാറുണ്ട്. ഇനി ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷൻസ് എല്ലാം പർട്ടിക്കുലർ മീഡിയ അനുസരിച്ച് ചേഞ്ച് ആവും. എക്സാമ്പിൾ
ഗുഡ് കണ്ടക്ടർ ആണെന്ന് അസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ ഗുഡ് ഡയലക്ട്രിക് ആണെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഗുഡ് ഡയലക്ട്രിക്കിൻ്റെ കേസ് എടുക്കുന്നുണ്ടെങ്കിൽ സിഗ്മ 0 ആയിരിക്കും, റൈറ്റ്. സിഗ്മ വളരെ ചെറുതും ഒമേഗ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആ എക്സ്പ്രഷന് ആ കറസ്പോണ്ടിങ് മോഡിഫിക്കേഷൻസ് അപ്ലൈ ചെയ്തോണം. അപ്പം ബേസിക്കലി ഈ മദർ ആയിട്ട് വരുന്ന ഈ എക്സ്പ്രഷൻസ് പഠിക്കണം. ഇതിൽ കറസ്പോണ്ടിംഗ്ലി സിഗ്മ ഒമേഗ എപ്സിലോണിൻ്റെ വേരിയേഷൻ അനുസരിച്ചാണ് കണ്ടക്ടറാണോ ഡയലക്ട്രിക് ആണോ എന്നുള്ളതൊക്കെ മെൻഷൻ ചെയ്ത് പോകുന്നത്. സിഗ്മ വെരി മച്ച് ഗ്രേറ്റർ ദാൻ ഒമേഗ എപ്സിലോൺ ആവുന്നുണ്ടെങ്കിൽ കണ്ടക്ടർ ആയിരിക്കും. സിമിലർലി സിഗ്മ വെരി മച്ച് ലെസ് ദാൻ ഒമേഗ എപ്സിലോൺ ആവുന്നുണ്ടെങ്കിൽ ഡയലക്ട്രിക് ആയിരിക്കും. അപ്പോൾ അതിന് കറസ്പോണ്ടിംഗ്ലി അത് സെലക്ട് ചെയ്യണം. നെക്സ്റ്റ് 24th വൺ എന്ന് പറയുന്നത് ഫേസ് വെലോസിറ്റി ഈക്വൽ ടു ഒമേഗ ബൈ ബീറ്റ. സിമിലർലി 25th എന്ന് പറയുന്നത് ബീറ്റ ഈക്വൽ ടു 2π/λ. ഈ കൺവേർഷൻസ് ഒക്കെ എപ്പോഴും തന്നെ ആവശ്യമായിട്ട് വരുന്നതാണ്. നെക്സ്റ്റ് 26th എന്ന് പറയുന്നത് വെലോസിറ്റി ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെന്ത്. ഈ എക്സ്പ്രഷൻസ് മാറിയും തിരിഞ്ഞും ഒക്കെ അപ്ലൈ ചെയ്തിട്ടായിരിക്കാം പലപ്പോഴും ഇങ്ങനത്തുള്ള പ്രോബ്ലംസ്, അതായത് ആൽഫ ബീറ്റ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട പ്രോബ്ലംസിൽ സോൾവ് ചെയ്ത് പോകുന്നത്. നെക്സ്റ്റ് 27th എന്ന് പറയുന്നത് പോയിൻറ്റിംഗ് സ്പെക്ട്രിൽ നിന്ന് റിലേറ്റ് ചെയ്യുന്നതാണ്. പോയിൻറ്റിംഗ് സ്പെക്ട്രം എപ്പോഴും നോട്ട് ചെയ്യുന്ന P ഈക്വൽ ടു E ക്രോസ് H ആയിട്ടാണ്. അത് പിയും വെക്ടറാണ്, ഇയും എച്ചും എല്ലാം തന്നെ വെക്ടറാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പല കേസുകളിലും പിയുടെ മാഗ്നിറ്റ്യൂഡ് P ഈക്വൽ ടു E²/2 ഈറ്റ ആയിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റാറുണ്ട്. E²/2 ഈറ്റ. ഈറ്റ എന്ന് പറയുന്നത് നേരത്തെ മെൻഷൻ ചെയ്ത ഇൻട്രിൻസിക് ഇമ്പിഡൻസ് ആണ്. സിമിലർലി ഇത് തന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫോമിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഈറ്റ ഈക്വൽ ടു E/H ആണെന്ന് ഞാൻ മെൻഷൻ ചെയ്ത് കഴിഞ്ഞു ഫ്രീ സ്പേസിൽ. അപ്പം ഈക്ക് കറസ്പോണ്ടിങ്ങിൽ ഈറ്റ എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോയിൻറ്റിംഗ് വെക്ടേഴ്സ് അല്ലെങ്കിൽ പോയിൻറ്റിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് എച്ചിലും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സോ ഇത്രയാണ് നമുക്ക് കോമൺലി ആയിട്ട് മാക്സ്വെൽസ് ഇക്വേഷൻ തൊട്ട് ബാലൻസ് വരുന്ന പ്ലെയിൻ വേവ് പ്രൊപ്പഗേഷൻ വരെയുള്ള ടോപ്പിക്സിൽ നിന്ന് വരുന്ന എക്സ്പ്രഷൻസ്. ഇത് കോമൺലി ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ്. സിമിലർലി ഇതിനോടൊപ്പം തന്നെ ട്രാൻസ്മിഷൻ ലൈൻസിൻ്റെ എക്സ്പ്രഷൻസും ഞാൻ ഒരു വീഡിയോ സെഷനായിട്ട് ചെയ്തിട്ടിട്ടുണ്ട്. സോ അതും കൂടെ ചെക്ക് ചെയ്ത് നോക്കുക. സോ ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ മറ്റൊരു ട്യൂട്ടോറിയലായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.